കെപിസിസി പ്രസിഡന്റായി സണ്ണി ജോസഫ് എംഎൽഎ ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി എംഎൽഎമാരായ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എം.പി. എന്നിവരും അടൂർ പ്രകാശ് എം.പി. UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി എം.പി. ചടങ്ങിൽ പങ്കെടുത്തില്ല. കെപിസിസി പ്രസിഡന്റായി സണ്ണി ജോസഫ് എംഎൽഎ ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി എംഎൽഎമാരായ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എം.പി. എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് എം.പിയും ചുമതലയേറ്റു. കെപിസിസി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പോരാളിയെ പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുഷ്ഠിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC സെക്രട്ടറിമാർ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.